ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മൺസൂൺ ടൈമിൽ നമുക്ക് എങ്ങനെ കിച്ചണൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് എപ്പോഴും വെക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ടുള്ളതാണിത്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു നൈറ്റ് ടൈം റൂട്ടീൻ തന്നെയാണ് കിച്ചൻ്റെ ക്ലീനിങ് വരുന്നത്. അപ്പോൾ ഇത് രാവിലത്തെ 7:30 ആണ് കേട്ടോ ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കിച്ചൺ വർക്ക് എന്ന് പറയുന്നത് രാത്രി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഓരോ സ്ഥലത്തേക്ക് എടുത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സാധാരണ ഇത് നമ്മൾ രാവിലെ ചായക്ക് വെള്ളം വെക്കുമ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിലാണ് ഇതെല്ലാം ഓരോന്നും എടുത്ത് വെക്കൽ. ഇപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലൈറ്റൊക്കെ വന്നതിന് ശേഷം വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഇത്രയും ടൈം വരെ ഇതൊന്നും എടുത്ത് വെക്കാതെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മൺസൂൺ ടൈമിൽ പ്രത്യേകിച്ചും ശരിക്കും ഡ്രൈ ആവൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ തരത്തിലുള്ള ഈർപ്പവും കാര്യങ്ങളെല്ലാം പാത്രത്തിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ക്ലോത്ത് വെച്ചിട്ട്, ഒരു തിൻ ക്ലോത്തൊക്കെ വെച്ചിട്ട് വൈപ്പ് ചെയ്തിട്ട് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ കിച്ചണിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും കിച്ചൻ്റെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൈറ്റ് ടൈം റൂട്ടീനിൽ തന്നെയാണ്. രണ്ടാമതായിട്ട് നമ്മൾ രാവിലെ അത് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ നീറ്റാക്കിയിട്ട് തുടച്ച് എടുത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചെറിയ സ്പേസൊക്കെ ആണെങ്കിൽ അവിടെ എവിടെയും കൂട്ടി വെക്കാതെ ആ ഒരു വൈപ്പിംഗ് ടൈമിൽ തന്നെ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫസ്റ്റിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓരോന്നും അതിൻ്റേതായിട്ടുള്ള പ്ലേസിൽ എപ്പോഴും റെഡി ആയിരിക്കും. പിന്നെ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡ്രൈ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള മാറ്റ്, അതുപോലെ ബാസ്ക്കറ്റ് കാര്യങ്ങളെല്ലാം നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാറ്റൊക്കെ ആണെങ്കിൽ ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുക. ബാസ്ക്കറ്റ് ആണെങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് വീക്ക്ലി വൺസൊക്കെ വാഷ് ചെയ്താൽ തന്നെ മതിയാകും. ഈ ഒരു മൺസൂൺ ടൈമിൽ നമ്മളത് 2-3 പ്രാവശ്യം വീക്ക്ലി ക്ലീൻ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഈർപ്പവും കാര്യങ്ങളും വെള്ളവും കാര്യങ്ങളെല്ലാം ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫംഗൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ടൈം ടു ടൈം ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള പ്ലേസിലൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമ്മളെല്ലാവരും കിച്ചണിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് സ്പൂൺസ്, സ്റ്റാപ്ലേഴ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഈ ഒരു മൺസൂൺ ടൈമിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെയൊക്കെ ഹോൾഡറിൽ വെള്ളം നിൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അത് നമ്മൾ കണ്ണിൽ പെടാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മളത് മിക്കവാറും ഇഗ്നോർ ചെയ്യുന്നൊരു പാർട്ടും കൂടിയിട്ടാണ് സ്പൂൺ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഡയറക്റ്റ് നമ്മൾ കഴുകിയെടുത്തിട്ട് ആ ഒരു ഹോൾഡറിൽ വെക്കാതെ ബാസ്ക്കറ്റിൽ വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വൈപ്പ് ചെയ്തിട്ടും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെതും പ്ലാസ്റ്റിക്കിൻ്റെതും കഴിയുവാണെങ്കിൽ സെപ്പറേറ്റ് ഹോൾഡറിൽ തന്നെ യൂസ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഈ ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ബാസ്ക്കറ്റ്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റും കൂടെ നമ്മളൊന്ന് ഡിസിൻഫെക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മൺസൂൺ ടൈമിൽ ക്ലീനിങ്, റെഗുലർ ക്ലീനിങ് എന്ന് പറയുന്നത്. അതിൻ്റോടൊപ്പം ഡിസിൻഫെക്ഷനും കൂടെ ചെയ്യേണ്ടതാണ്. അപ്പോൾ സാധാരണ നമ്മൾ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൺസൂൺ ടൈമിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില പ്രാണികൾ കാര്യങ്ങളെല്ലാം വീണ്ടും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു സീസണൽ ആയതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് കാര്യങ്ങൾ എടുക്കുക. ഉറുമ്പൊക്കെ ആണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൻറ്റിൻ്റെ സ്പ്രേ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നൈറ്റ് ടൈം റൂട്ടീൻ്റെ ടൈമിലൊന്ന് ചെയ്ത് വെക്കുക. സാധാരണ നമ്മൾ ആ ഒരു കുക്കിംഗ് ടൈമിൽ ചെയ്യാതെ അങ്ങനെയുള്ള ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ലൈനിങ് കാര്യങ്ങളെല്ലാം മാറ്റുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ ഷെൽഫിൽ വിരിച്ചിട്ടുള്ളതും അതുപോലെ ഓയിൽ ബാസ്ക്കറ്റിലൊക്കെ വെച്ചിട്ടുള്ള ലൈനർ കാര്യങ്ങളെല്ലാം ഫ്രീക്വൻ്റായിട്ട് അതൊന്ന് മാറ്റി കൊടുക്കുക. അതിലെല്ലാം ഈർപ്പമുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവാനും ബാക്ടീരിയൽ ഗ്രോത്തൊക്കെ വരാനും നല്ല ചാൻസുള്ള ഏരിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ലൈനിങ് കാര്യങ്ങളൊക്കെ ഫ്രീക്വൻ്റായിട്ട് മാറ്റാനും കൂടെ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, വെള്ളത്തിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് ആ ഒരു ജാറ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട്, ഒരു വഴുവഴുപ്പൊക്കെ അതിലുണ്ടാവും. അതൊക്കെ ബാക്ടീരിയൽ ഗ്രോത്ത് പെട്ടെന്ന് വരാനുള്ള ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ ജാറും കൂടെ നല്ലോണം ക്ലീൻ
ക്ലീൻ ചെയ്തിട്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സാധാരണ വീക്ക്ലി വൺസൊക്കെ തന്നെ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുത്താൽ മതിയാവും. പക്ഷേ മൺസൂൺ ടൈമിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു 3 ദിവസമെങ്കിലും വീക്ക്ലി മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അതിൻ്റെ ലീവ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു ടൈമിൽ ഇൻസെക്റ്റൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചാൻസ് ഉള്ള ടൈമാണ്. പിന്നെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇൻഡോറിൽ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ ഒന്നുകിൽ ഇങ്ങനെ ലൈനിങ് വരുന്നത്, ഒരു ലൈനർ എക്സ്ട്രാ ഒരു ലെയർ വരുന്ന പോട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അത് അല്ലെങ്കിൽ ഒരു ഡ്രെയിനേജ് യൂണിറ്റ് ഉള്ള ഒരു പോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഡ്രെയിനേജ് യൂണിറ്റുള്ള ഒരു പോട്ടാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഒരു ലൈനർ, എക്സ്ട്രാ ലൈനർ വരുന്നൊരു പോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ എക്സ്ട്രാ വരുന്ന പോട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴും ആ ഒരു സ്പേസിൽ വെള്ളം നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ കിച്ചൺ ബേസിൽ ഇതുപോലെയുള്ള വിൻഡോ ലാൻഡിങ്ങിലെല്ലാം പ്ലാന്റ് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ എപ്പോഴും ഈർപ്പം വരുന്നൊരു പ്ലേസാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൽ കുറച്ച് സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട പ്ലാന്റ്സാണ് അത് എടുത്ത് വെച്ചിട്ടുള്ളത്. അതെല്ലാം ഓരോ പ്ലേസിലായിട്ടുള്ള പ്ലാന്റ്സാണ്. അതിപ്പോൾ ഞാൻ സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു വിൻഡോ ലാൻഡിങ്ങിൽ വെക്കാതെ ഇങ്ങനെയുള്ള ബാസ്ക്കറ്റ്സ് കാര്യങ്ങൾ, ഹാങ്ങിങ് ബാസ്ക്കറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ്. പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ ടൈമിൽ നമുക്ക് അതിൻ്റെ ഈർപ്പവും കാര്യങ്ങളെല്ലാം വന്നിട്ട് ആ ഒരു ഏരിയ എപ്പോഴും ഒരു അൺടൈഡി ആയിട്ട് കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു റീപ്ലേസ് ആയിട്ട് ഈ ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ കിച്ചണിൽ 2 ഹാങ്ങിങ് ബാസ്ക്കറ്റിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സിൻ്റെ ലീവ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു മൺസൂൺ ടൈമിൽ റെഗുലർലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈർപ്പവും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ, കുറച്ച് കൂടുന്ന ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസ് എപ്പോഴും ഒരു നോട്ടീസബിളായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വെറും മണ്ണിലൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് പബിൾസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതും കൂടെ നിങ്ങൾ ആ ഒരു ഏരിയ ഒന്ന് നീറ്റാക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ വാട്ടറിംഗ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ഇൻഡോറിൽ തന്നെ വെച്ചിട്ട് ചെയ്യാതെ നമ്മൾ ഇതുപോലെയുള്ള സിങ്ക് ഏരിയയുടെ ബേസിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം വീണ്ടും എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ക്ലീനിങ് ആണ്. കൗണ്ടർ ടോപ്പ് അതുപോലെ കിച്ചൺ സ്റ്റൗ കാര്യങ്ങളെല്ലാം റെഗുലർലി ക്ലീൻ ചെയ്യുന്ന വേ ആണ്. അപ്പോൾ ഇത് നമ്മൾ മൺസൂൺ ടൈമിൽ എങ്ങനെ ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലെയുള്ള സാധാ ക്ലോത്ത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു പഴയ ബെഡ്ഷീറ്റിൻ്റെ ക്ലോത്താണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ക്ലീനിങ് ക്ലോത്ത് ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള മൈക്രോ ഫൈബർ ക്ലോത്ത് കിട്ടും, അല്ലെങ്കിൽ മൈക്രോ ഫൈബറിൻ്റെ ഷീറ്റ് ഉണ്ടാവും, അതും നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ ഇതുപോലെയുള്ള ഹാൻഡ് ടവൽസ്, ഇതെല്ലാം നമ്മൾ റെഗുലർലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇനി നമ്മൾ മൺസൂൺ ടൈമിൽ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ക്ലോത്ത്സ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ഡ്രൈ ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്ലോത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നോക്കേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് ടവലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഒരു 2 to 3 ഒക്കെ ഹാൻഡ് ടവൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി വന്നിട്ടുള്ളത് ഓരോ ഏരിയയിലേക്കും സെപ്പറേറ്റ് ക്ലോത്ത്സ് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ക്ലോത്ത് നമ്മൾ ഡ്രസ്സിൻ്റെ ലൈനിങ് ക്ലോത്തൊക്കെ ഇല്ലേ, ആ ഒരു അത്രയും തിന്ന് ആയിട്ടുള്ളൊരു ക്ലോത്താണ് ഞാനിവിടെ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. കാരണം ഇത് നമുക്ക് എപ്പോഴും വാട്ടറൊക്കെ സ്പ്രെഡായിട്ട് എപ്പോഴും നനഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു സിങ്കിൻ്റെ ബേസ് ആയിട്ടുള്ള വിൻഡോ ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തിന്നായിട്ടുള്ള കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ എപ്പോഴും നല്ലത് ഒരു മൈക്രോ ഫൈബർ ഷീറ്റാണ്. അതാകുമ്പോൾ നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടുന്നതാണ്. അത് ഡ്രൈ ആക്കാനും നമുക്ക് എളുപ്പമാണ്. ഇതിപ്പോൾ നമുക്ക് നോർമലി അതൊന്നും യൂസ് ചെയ്യാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്ലോത്ത് ഡ്രൈ ആയി കിട്ടാനും അതുപോലെ അതിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് കൂടെ പറ്റുന്നതാണ്. ബാക്ടീരിയൽ ഗ്രോത്ത് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഹാൻഡ് ടവൽസിന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ്സൊക്കെ എപ്പോഴും ഫ്രഷായി ഡ്രൈ ആയി കിടന്നാലേ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതും കൂടെ വെറ്റ് ഫ്രീ ആക്കിയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡ് ടവൽസ് യൂസ് ചെയ്യുന്നത് മാത്രമല്ല അത് പ്ലേസ് ചെയ്യുന്ന പ്ലേസും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഹാൻഡ് ടവൽസൊക്കെ അറ്റ് എ ടൈം രണ്ടെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഒരെണ്ണം എപ്പോഴും നമ്മുടെ സിങ്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സാധാരണ ഞാനിത് നമ്മുടെ ഡോർ ഹാൻഡിലിൻ്റെ സൈഡിലായിരുന്നു ഹാങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇതൊന്ന് ഇവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതും കൂടെ ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ അതിനായിട്ട് സെൽഫ് അദസീവ് ഹുക്കാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെയുള്ള ഹുക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് മാക്സിമം ഈ ഒരു ഹുക്കിന് 2 kg വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്രില്ലിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഏരിയ ആണെങ്കിൽ ഇതുപോലുള്ള ഹുക്ക് കാര്യങ്ങളൊക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ടവൽ ഹാങ് ചെയ്യുന്ന രീതിയിലും സെക്കൻഡ് ടവൽ എപ്പോഴും ഹാൻഡി ആവുന്ന രീതിയിലും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എപ്പോഴും നമ്മൾ ഓരോ ജാർസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതൊന്ന് വൈപ്പ് ചെയ്യാനും നമ്മുടെ ഹാൻഡ്സൊക്കെ കുക്കിങ്ങിൻ്റെ ഇടയിൽ എപ്പോഴും വൈപ്പ് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ സെക്കൻഡ് ടവൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടവൽ എപ്പോഴും സിങ്ക് ഏരിയയുടെ നിയർ ബൈ ആയിട്ട് നമ്മൾ ഡിഷ് വാഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഡിസിൻഫെക്റ്റൊക്കെ ചെയ്യില്ല, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടക്കാനായിട്ടുള്ളൊരു ക്ലോത്ത് ആക്കിയിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇതുപോലെയുള്ള കുഞ്ഞു കുട്ടികളുടെ ടീഷർട്ട്സ് കാര്യങ്ങളെല്ലാം ഇതുപോലെ ഓഫ് ഷേപ്പായിട്ട് വരുന്ന മെറ്റീരിയൽ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല രീതിയിൽ വാട്ടർ അബ്സോർബൻ്റൊക്കെ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്തൊക്കെ വാങ്ങി സൂക്ഷിക്കണമെന്നില്ല. ഇതുപോലെയുള്ള ഐറ്റംസ് കാര്യങ്ങൾ നമുക്ക് യൂസ് ആൻഡ് ത്രോ പർപ്പസിന് നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലെയുള്ള ക്ലോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ക്ലോത്തൊക്കെ ഡയറക്റ്റ് ഒഴിവാക്കുന്നതിനേക്കാളും ഇതുപോലെ നമ്മൾ റീയൂസ് ചെയ്തിട്ട് ത്രോ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണിത്. അപ്പോൾ നമുക്ക് ഓരോ പർപ്പസിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ക്ലോത്ത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതൊരു ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല രീതിയിലുള്ള കിച്ചൺ ടവൽസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെയുള്ളൊരു 3 to 4 പീസെങ്കിലും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കേണ്ടതാണ്, നല്ല രീതിയിലുള്ള ക്ലോത്ത്. അത് നമുക്ക് ഫുഡൊക്കെ ഇപ്പോൾ വെള്ളം ഊറാനൊക്കെ വെക്കില്ലേ, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ക്ലോത്ത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഹാൻഡ് ടവൽസ് ആയിട്ട് അതുപോലെ ഇതുപോലെയുള്ള ചെറിയ പീസൊക്കെ ചെറിയ സിങ്ക് ഏരിയാസ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പർപ്പസിന് മൾട്ടി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതുപോലെയുള്ളൊരു കിച്ചൺ ടവൽസിൻ്റെ ഓർഗനൈസർ എപ്പോഴും ഒരു കിച്ചണിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതെപ്പോഴും നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഓർഗനൈസർ ആവണമെന്ന് തന്നെ ഇല്ല. ഇതിപ്പോൾ ഞാൻ പേപ്പർ ബാഗ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. കുറേ മന്ത്സ് ആയിട്ടുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതുപോലെയുള്ള പേപ്പർ ബാഗൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഓർഗനൈസർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ റീയൂസ് ചെയ്തിട്ട്, എപ്പോഴും യൂസ് ആൻഡ് ത്രോ ചെയ്യാതെ റീയൂസ് ചെയ്തിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അത് ത്രോ ചെയ്യുക. ഇനി അതിൻ്റെ ഡാമേജ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പേപ്പർ ബാഗ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സിൻ്റെ സെപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ വൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോത്ത് വെച്ചിട്ട് പിന്നെ യൂറ്റൻസിൽസ് കാര്യങ്ങൾ വൈപ്പ് ചെയ്യാനോ ഫുഡ് ഐറ്റംസ് ഫ്രൂട്ട്സൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈപ്പ് ചെയ്യാനോ അങ്ങനെയൊന്നും ചെയ്യാതെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതിപ്പോൾ ഈ ഒരു റെഡ് ടവൽ വന്നിട്ട് സെപ്പറേറ്റ് ക്ലോത്താണ്, കുറച്ച് ഹാർഡായിട്ടുള്ള ക്ലോത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ സ്പില്ലേജൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലൂ സെപ്പറേറ്റ് ക്ലോത്താണ്. ഇത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിലുള്ള മൈക്രോ ഫൈബർ ക്ലോത്താണ്. അപ്പോൾ ഇത് നമുക്ക് യൂറ്റൻസിൽസൊക്കെ നല്ല രീതിയിൽ വെള്ളം അബ്സോർബ് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാൻ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് എപ്പോഴും സെഗ്രിഗേഷൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ യൂറ്റൻസിൽസ് ക്ലീൻ ചെയ്യാനും കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനൊന്നും ചെയ്യാതെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഡ്രൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ക്ലോത്തൊക്കെ ആണെങ്കിൽ അത് സെപ്പറേറ്റ് തന്നെ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇപ്പോൾ അരിയൊക്കെ നമ്മൾ കുതിർത്ത് അതൊക്കെ ഉണക്കാനൊക്കെ വെക്കുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ക്ലോത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ട്രൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ക്ലോത്ത്സ് കാര്യങ്ങളെല്ലാം ചെറിയ കിച്ചനൊക്കെ ആണെങ്കിൽ നമ്മളെങ്ങനെ ഡ്രൈ ആക്കി എടുക്കും എന്നുള്ളതാണ്. സ്മോൾ കിച്ചണിലും അതുപോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, എപ്പോഴും നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് ഡ്രൈ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് സിമ്പിളായിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇതുപോലെയുള്ള പൈപ്പ് റോഡൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ത്രെഡിൽ ഇതുപോലെ ഇങ്ങനെയൊന്ന് കോർത്തതിന് ശേഷം നമുക്കൊരു ജസ്റ്റ് ഒരു നെയിൽസിൽ ഇങ്ങനെയൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഹാങ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാകും. അത് നമുക്ക് ഒരു ടവലൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർ ദാൻ ഇനഫാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ട്രൈ ചെയ്യുക. നമുക്ക് പറ്റുന്ന രീതിയിൽ എയർ ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ കൗണ്ടർ
ടോപ്പിൽ തന്നെ വിരിച്ചിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യരുത്. അതെപ്പോഴും ഒരു സൈഡിലുള്ള എയർ സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈർപ്പം കുറേ നേരം നിൽക്കാനും അതുപോലെ പെട്ടെന്ന് ബാക്ടീരിയൽ ഗ്രോത്ത് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മാക്സിമം എയർ സർക്കുലേഷൻ ഉള്ള ആ ഒരു ഏരിയയിലും കൂടെ ഇതൊന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ വിൻഡോ സൈഡിൽ പറ്റുവാണെങ്കിൽ അങ്ങനെയും കൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മൺസൂൺ ടൈമിൽ നമ്മുടെ കിച്ചണൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് വെക്കാനും ഡിസിൻഫെക്റ്റ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.